ഹായ് ഗൈസ്, ഞായറാഴ്ച രാവിലത്തെ എൻ്റെ ഒരു ദിവസം കണ്ടാലോ? ഇവൻ്റെ കൂടെപ്പിറപ്പാണ് കേട്ടോ, സന്തക സഹചാരി എന്നൊക്കെ പറയാം. രാവിലെ നീറ്റ് മുഖം കഴുകുന്ന ശീലമൊന്നും എനിക്കുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം ഞാനത് ശീലിച്ച് തുടങ്ങുന്നുണ്ട്. ഇത് നെയ്യാണ് കേട്ടോ. ഞാൻ ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ചുണ്ട് ഡാർക്കായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്, ഡാർക്ക് സ്കിന്നൊക്കെ പോകുന്നുണ്ട്. ഞായറാഴ്ച ഒരു ദിവസമാണ് വീട്ടിൽ കിട്ടുന്നത്. അപ്പം ഞാൻ പറമ്പിലേക്കൊക്കെ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങും. അന്നേ വെളിയിലൊക്കെ ഇറങ്ങാറുള്ളൂ സത്യം പറഞ്ഞാൽ. ഇത് അമ്മയുടെ ഒരു ചെറിയൊരു പച്ചക്കറിത്തോട്ടമാണ്. ഇവിടെ പാവൽ, പടവലം, മുളക് അങ്ങനെ എന്താ ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടും. അമ്മ രാവിലെ കാന്താരി മുളകിന് വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന അമ്മ കണ്ടിട്ടില്ല. അമ്മ വീഡിയോയിൽ വരാൻ കുറച്ച് ഷൈ ആണ്. ഈ പൂ കാണാനുണ്ടല്ലോ, നല്ല ഭംഗിയാണ്. ഇവിടെ നിറച്ച ആ പൂക്കളുണ്ട്. പക്ഷേ ഈ പൂ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ചെടിക്ക് അവിടെ ഉണ്ടാകാൻ പറ്റില്ല. ഇത് കാട് പോലെ വളരുന്നുണ്ട്. ഈ ചെടിയുടെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പക്ഷെ കാണാനൊക്കെ അടിപൊളിയാണ്, പക്ഷെ അതുകൊണ്ടൊരു ഉപയോഗമില്ല എന്നാണ് എല്ലാവരും പറയാറ്. എൻ്റെ ഈ യൂട്യൂബ് ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായകമായിട്ടുള്ളത് ഈ ട്രൈപോഡാണ്. ഇവനില്ലായിരുന്നെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്തേനല്ലേ. രാവിലെ തന്നെ സൂര്യൻ നല്ല കത്തി നിൽക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. നമുക്ക് അകത്തേക്ക് തന്നെ പോവാല്ലേ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണ്. വെറുതെ ഇരിക്കുന്ന ഫോണും അടഞ്ഞു കിടക്കുന്ന ഫ്രിഡ്ജും ചുമ്മാ തുറന്നു നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. എന്നാൽ പിന്നെ ഞായറാഴ്ച വീട്ടിൽ ഇരിക്കുകയല്ലേ, ഞാൻ വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാമെന്ന്. കട്ടൻ ചായ ഉണ്ടാക്കാൻ പോവാണ്. എന്തോരം വെള്ളം എടുക്കണം എന്നൊക്കെ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. തോന്നിയ അടുക്കള കയറും. അമ്മയാണ് അടുക്കളയിലെ രാജാവ്. അതെന്താ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നുണ്ടാക്കി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് എല്ലാ ദിവസവും എന്നോട് ഉണ്ടാക്കാൻ പറയും. എനിക്കാണെങ്കിൽ ജോലി ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, അത് തന്നെ കാര്യം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗിംഗ് ആണ്. എനിക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് താല്പര്യമില്ലായ്മയല്ല, എന്ത് പറയണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. കട്ടൻ വയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ വെള്ളം തെളിച്ച്. എന്താല്ലേ ഇപ്പം അമ്മമാരുടെയൊക്കെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. 1, 2, 3 കറികൾ ഒരുമിച്ചുണ്ടാക്കുമ്പോഴുള്ള അവസ്ഥ. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. എത്ര അളവെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആ കൂടുതലുള്ളത് മൊത്തം ഇട്ടു. ദൈവത്തിനറിയാം. എനിക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ഭയങ്കര ഡൗട്ടാണ്, എന്തോരം ഒഴിക്കണം എന്നുള്ളത്. ഈ കട്ടൻ നമ്മളെ സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. നമുക്കത് ആദ്യം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാമെന്നാണ് തോന്നുന്നത്. എനിക്ക് ഉപ്പിൻ്റെ ഒന്നും കണക്ക് അറിയേയില്ല. എനിക്ക് അമ്മ ഇട്ട് കണ്ട ഒരു ഇതിലാണ് ഞാൻ ഇട്ടത്. ഈ വെള്ളമാണ് എന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആക്കുന്നത്. ഒന്നെങ്കിൽ വെള്ളം കൂടിപ്പോവും, ഇല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോകും. അതാണ് എനിക്ക് എപ്പോഴും സാധാരണ സംഭവിക്കാറുള്ളത്. ഇനി നമുക്ക് ദോശക്കല്ല് കഴുകാം. എൻ്റെ എക്സ്പ്രഷൻ ആർട്ടിഫിഷ്യലാണെന്ന് ആരും പറയില്ലല്ലേ. ഇനി ഞാൻ ഡെയിലി വ്ളോഗിങ് പരിപാടിയൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. പക്ഷെ എന്താകുമെന്നോ എങ്ങനെയാകുമെന്നോ എനിക്ക് ഒരു പിടുത്തമില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മെയിനായിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അത് ഞാൻ മറന്നു, ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്ന് ചെയ്തേക്ക്, കുഴപ്പമില്ല. എൻ്റെ യൂട്യൂബ് ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നത് കണ്ട് അങ്ങനെ തുടങ്ങിയൊരു ചാനലാണിത്. ഇപ്പം എനിക്ക് 1000 സബ് അടിക്കാൻ പോകുന്നു. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതെൻ്റെ ഫേവററ്റ് മുളകാണ് കേട്ടോ. മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം കൂടി ചാലിച്ചിട്ട് ദോശയുടെ കൂടെ കഴിക്കാൻ എന്താണെന്നറിയോ, അന്തസ്. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്, കാരണം പനി പിടിച്ചു. അനിയും കൊണ്ടുവന്ന പനിയാണ്. 1 കിലോമീറ്റർ അകലത്തോടെ ഒരു പനി പോയാൽ അതെനിക്ക് പിടിക്കുന്ന അത്രയ്ക്കും ആരോഗ്യവതിയാണ് ഞാൻ. ഇനി ഉച്ചത്തേക്കുള്ളത് അമ്മയുടെ ഡ്യൂട്ടിയാണ്. അമ്മയാണത് ഉണ്ടാക്കേണ്ടത്. ഞാനതിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ സഹായിക്കും എന്നുള്ളതല്ല, വലിയതായിട്ടൊന്നും ചെയ്യാറില്ല. ഈ ഫുഡൊക്കെ അടുക്കളയിൽ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഉണ്ടാക്കി ഇടുന്നതനുസരിച്ച് എടുത്ത് കഴിക്കാൻ എന്തായാലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.